Hello students, welcome back to a new class. Today we are discussing about the A6 standard English first unit. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് ഇംഗ്ലീഷിന്റെ ഒന്നാമത്തെ യൂണിറ്റിലെ ചാപ്റ്റർ 1 അതിന്റെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കളെ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്കതിൽ ഒന്നാമത്തത് ഡോർവേ എന്നതിലെ ആ ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ? ദർ ഇസ് എ പിക്ചർ. ദി പിക്ചർ സം സ്റ്റുഡൻസ്, കുറച്ച് കുട്ടികളുണ്ട്. ചോദ്യം എന്താ? വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? ദ ചിൽഡ്രൻ ആർ ഗാതേർഡ് അറൌണ്ട് എ ടേബിൾ വിത്ത് എ ഗ്ലോബ് ആൻഡ് ഓപ്പൺ ബുക്ക്. വൺ ചൈൽഡ് പോയിന്റ് അറ്റ് ദ ബുക്ക് which suggests they are engaged in a group learning activity. അവരൊരു ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റി ചെയ്യുകയാണ് അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? ഈ കുട്ടികളൊക്കെ ഒരേ എന്താണ് കൺട്രിയിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ? സം ആർ ബ്ലാക്ക്, സം ആർ വൈറ്റ് അല്ലെ? അല്ല. ബേസ്ഡ് ഓൺ ദ അപ്പിയറൻസ് ദേ സീം ടു ബി ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ്, സോ ദേ മേ ബി ഡിഫറെന്റ് കൺട്രീസ്. വ്യത്യസ്തമായ നാട്ടിൽ നിന്നാണെന്ന് അവർ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അടുത്തത് പിന്നെ നമ്മൾ നെയിംസ് ആൻഡ് നെയിംസ് എന്ന പാഠഭാഗത്തിലെ ഓരോ ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഡിഡ് കുഞ്ഞു ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്? കുഞ്ഞു ചിരുത ഗേറ്റിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചത് അല്ലെ? ഷീ ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അവള് വണ്ടികൾ ഇങ്ങനെ ഇത് ചെയ്യുന്നതാണ് അവൾ കാണാൻ ഉദ്ദേശിച്ചത്. വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടായിരുന്നതാണ്? ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിന്റർ. വിന്ററിന്റെ അവസാനമായിരുന്നു. There was warming up, but there was still the occasional cold wind. നല്ല തണുത്ത കാറ്റ്. It has been cold winter in ന്യൂ ജേഴ്സിയിൽ കോൾഡ് വിന്റർ ആയിരുന്നു. വാട്ട് പിന്നെ അടുത്തപോലെ why did കുഞ്ഞു ചിരുത puzzle about varying length of the day and night? കുഞ്ഞു ചിരുത എന്താണ് ഈ പകലും രാത്രിയും മാറി വരുന്നതിന്റെ ലെങ്തിനെ കുറിച്ച് എന്താണ് വിചാരിച്ചിരുന്നതാണ് അല്ലെ? When കുഞ്ഞു ചിരുത arrived in July, the sunset only at 8:30. എന്താണ്? ജൂലൈ വരുമ്പോൾ സൺസെറ്റ് 8:33 ആണ്. The day was more than 15 long hours. എത്ര ഡേ സമയം എത്രയാണ്? 15 മണിക്കൂർ. In winter, the sunset a little before 5. സൺസെറ്റ് 5-ന് മുമ്പ് വരും. And the day lasted only a little less than 10 hours. 10 hours കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണ് അവള് അതിനെക്കുറിച്ച് ധരിച്ചിരുന്നതാണ്. അടുത്ത ചോദ്യം എന്താണ്? വൈ വാസ് കുഞ്ഞു ചിരുത സ്റ്റാർട്ടഡ്? എന്തിനാണ് കുഞ്ഞു ചിരുത സ്റ്റാർട്ടഡ് ആയത്? എന്താണ്? കുഞ്ഞു ചിരുത വാസ് സ്റ്റാർട്ടഡ് ബിക്കോസ് കേറ്റ് കാരണം ഹെർ ക്ലാസ്മേറ്റ് കോൾഡ് ഔട്ട് ടു അൺഎക്സ്പെക്ടഡ്ലി ആൻഡ് മിസ്പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കുഞ്ഞി ചിരിയൂത. അങ്ങനെ കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. അടുത്ത് വൈ ഡിഡ് കുഞ്ഞു ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ദി സ്കൂൾ? സ്കൂളിലെല്ലാം വിചിത്രമായി തോന്നിയത് എന്തുകൊണ്ടാണ്? കുഞ്ഞു ചിരുത ഡിഡ്ന്റ് ഫീൽ ലൈക്ക് എ സ്ട്രേഞ്ചർ അറ്റ് സ്കൂൾ ബിക്കോസ് അല്ല, അവൾക്ക് എന്തുകൊണ്ടാണ് തോന്നായിരുന്നതാണ്? ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആയിരുന്നു. ദേ മെയ്ഡ് ഫീൽ ഹെർ കംഫർട്ടബിൾ ആക്കി. മിസ് ഹോപ്പിങ്സ് ഹു ടോട്ട് മാത്തമാറ്റിക്സ് വെന്റ് ഔട്ട് ഓഫ് ദി വേ ടു മേക്ക് ഹെർ കംഫർട്ടബിൾ. മാത്സ് പഠിപ്പിച്ചിരുന്ന ഹോപ്കിൻസ് അത് അവരെ നന്നായി അവളെ കംഫർട്ടബിൾ ആക്കി. ദ ഓൺലി തിങ് ദാറ്റ് അപ്സെറ്റ് ഹെർ വാസ് ദ വേ ഹെർ ക്ലാസ്മേറ്റ് പ്രൊനൗൺസ്ഡ് ദ ഹെർ നെയിം. അവളുടെ പേര് വിളിച്ചത് മാത്രമാണ് അവൾക്ക് എന്താണ് ഒരു വിഷമം തോന്നിയത്. അടുത്തത് why did കുഞ്ഞു ചിരുത think it was rude to call പ്രകാശ് by name? പ്രകാശിന് അദ്ദേഹത്തിന്റെ പേര് വിളിക്കുന്നതിൽ എന്തുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ റൂഡായി തോന്നിയത്? എന്താണ്? കുഞ്ഞു ചിരുത thought it was rude to call പ്രകാശ് by name. All her classmates call him Mr. Prakash. In Kerala, should we have addressed him Prakash uncle? Using uncle shows respect and warmth. uncle എന്ന് ഉപയോഗിക്കുന്നത് റെസ്പെക്ട് ആണ് അല്ലെ? എല്ലാവരും മിസ്റ്റർ പ്രകാശ് എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് എന്താണ് ആ പ്രകാശ് എന്ന് വിളിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നിയതാണ്. പിന്നെ വാട്ട് വാസ് കുഞ്ഞു ചിരുത റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി? പ്രകാശ് അവളുടെ പേര് നന്നായി വിളിച്ചപ്പോൾ എന്താണ് അവൾക്ക് എന്താ തോന്നിയെന്നാണ്?
റിയാക്ഷൻ എന്തായിരുന്നു? കുഞ്ചിരിത വാസ് ഡിലൈറ്റ്, അവൾക്ക് സന്തോഷമായി. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിൽ അവളുടെ പേര് ശരിയായി വിളിച്ചത് അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് അല്ലേ. അടുത്തത്, വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ചിരിതാസ് നെയിം? പ്രകാശ് കുഞ്ചിരിതയുടെ പേര് കേട്ടിട്ട് സർപ്രൈസ് ആവാൻ കാരണം എന്താണെന്നാണ്? എന്തുകൊണ്ടാ? എന്താണ്? പ്രകാശ് വാസ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ചിരിത നെയിംസ് ബിക്കോസ് ഹി വണ്ടേർഡ് ഇഫ് ചിൽഡ്രൻ സ്റ്റിൽ ഹാഡ് നെയിം ലൈക്ക് ഹേഴ്സ്. അവളുടെ പോലത്തെ പേരുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് കണ്ടപ്പോൾ അവൻ അത്ഭുതം തോന്നി. ഇറ്റ് സീം അൺയൂഷ്വൽ ടു റയർ ടു ഹിം വിച്ച് മെയ്ഡ് ഹിം ക്യൂരിയസ് ഇനഫ് ടു ആസ്ക്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ അവന് ക്യൂരിയസ് ആയി. ഹൗ ഡിഡ് കുഞ്ചിരിത ഗെറ്റ് ഹെർ നെയിം? കുഞ്ചിരിതക്ക് ആ പേര് കിട്ടിയത് എങ്ങനെയാണ്? കുഞ്ചിരിത ഗോട്ട് ഹെർ നെയിം ഫ്രം ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിന്റെ പേരാണ്. ഹു ഹാഡ് ബിക്കം ദ സ്കൂൾ ടീച്ചർ അറ്റ് ദി ഏജ് ഓഫ് 88. 18 വയസ്സിലെ ഒരു ടീച്ചറായിരുന്നു. ദോ ഷി ഹാഡ് നെവർ മെറ്റ് ഹെർ, ഷി ഹാഡ് ബീൻ എ ഫെയ്ഡിങ് ഫോട്ടോഗ്രാഫ് ഹെർ. അവൾ കണ്ടിട്ടില്ലെങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് അവളുടെ കയ്യിലുണ്ട്, വല്യമ്മയുടെ അല്ലേ. ബട്ട് സർപ്രൈസ്ഡ് കുഞ്ചിരിത വെൻ ആന്റോണിയറ്റ് പ്രൊണൗൺസ്ഡ് ഹെർ നെയിം റൈറ്റ്. കുഞ്ചിരിത എന്തുകൊണ്ടാണ് സർപ്രൈസ് ആയത് പേര് ശരിയായി പറഞ്ഞപ്പോ? കുഞ്ചിരിത വാസ് സർപ്രൈസ്ഡ് because Antoinette pronounced her name fairly well, especially the N sound, which many others found difficult. അടുത്ത ചോദ്യം എന്താണ്? Why do you think Antoinette was able to pronounce കുഞ്ചിരിതാസ് name fairly well? എന്തുകൊണ്ടാണ് എന്താണ് ആന്റോണിയറ്റ് അവളുടെ പേര് നന്നായി പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ്? എന്തുകൊണ്ടാണ് Antoinette was likely able to pronounce കുഞ്ചിരിതാസ് name fairly because she made an effort to learn correct pronunciation. അല്ലേ? അതായത് അത് പഠിപ്പിക്കാൻ അവൾ ശ്രമിച്ചു. Just like കുഞ്ചിരിത did with her name. കുഞ്ചിരിത ചെയ്തതുപോലെ. Since both had uncommon names, they understood the importance of saying them correctly. അൺകോമൺ നെയിം ആണെങ്കിലും കറക്റ്റായി പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കിയെന്നാണ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റീസ് ആണ് നോക്കാൻ പറ്റും. സ്കൂൾ ഈസ് ക്ലോസ്ഡ് ഫോർ വെക്കേഷൻ. സ്കൂൾ വെക്കേഷൻ അടിച്ചു. കുഞ്ഞുചിരിത ഈസ് ഇൻ കേരള. കുഞ്ഞുചിരിത കേരളത്തിലായിരുന്നു. ആൻഡ് ഹെർ ഫ്രണ്ട് ആന്റോണിയറ്റ് ഈസ് നൗ ഇൻ ഫ്രാൻസ്. അവൻ ഫ്രാൻസിലുമാണ്. ബട്ട് ദേ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജസ്. അവരെന്ത് ചെയ്യാണ്? ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് എന്താണ് എഴുതിരുന്നത്. ഹിയർ ഈസ് എ പീക്ക് അറ്റ് ദ ചാർട്ട്. അതിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട് ദിസ് വീക്കെൻഡ്. ഈ വീക്കെൻഡിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് പോകാൻ ഉദ്ദേശിക്കണം. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? എങ്ങനെ അത് പ്ലാൻ ചെയ്യാം? സിറ്റ് ഇൻ എ പെയർസ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. ഇവിടുത്തെ ചാറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ടൂർ പോകുമ്പോൾ കൂട്ടുകാരനയച്ച് ടൂർ പോകണം. അപ്പൊ നമുക്ക് അതിന്റെ ചാറ്റ് എങ്ങനെ ഉണ്ടാക്കാം? ഇവിടെ നമുക്കൊരു മോഡൽ ഉണ്ട്, നോക്കൂ. വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഫ്രണ്ട് പറയുന്ന ഐ ആം നോട്ട് ഷുവർ ഇറ്റ്. ഉറപ്പില്ല. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? നീ വരുന്നോ ടൂർ? യെസ്, ലെറ്റ്സ് ഗോ സംതിങ് ഫൺ. ഡു യു ഹാവ് എനി ഐഡിയ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മേ ബി വി കുഡ് ഗോ കഫേ ഓർ വാച്ച് എ മൂവി. നമുക്ക് കഫേ പോവാം. ദാറ്റ് സൗണ്ട് ഗുഡ്. അത് കൊള്ളാലോ. ഐ ഹാവ് ടു ഗോ ടു എ കഫേ ആൻഡ് ദെൻ വാച്ച് മൂവി. ഫ്രണ്ട് പെർഫെക്റ്റ്. വാട്ട് ടൈം ഷുഡ് ബി മീറ്റ്? എപ്പോഴാണ് കണ്ടുമുട്ടണ്ടേ? അപ്പോൾ ഹൗ അബൌട്ട് സൺഡേ ആഫ്റ്റർനൂൺ 3 PM? 3 മണിക്ക് അങ്ങനെ പോകും. അപ്പോൾ ഷുഡ് വി ചെക്ക് മൂവി ടൈമിങ്സ് ഫസ്റ്റ്? നമ്മൾ മൂവി ടൈം ആദ്യം ചെക്ക് ചെയ്യണം. പിന്നെന്താണ്? അപ്പോൾ യു ഗുഡ് ഐഡിയ. ഐ വിൽ ചെക്ക് ലെറ്റ് യു നോ. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓസം. ലൈക്ക് ലുക്കിംഗ് ഫോർവേഡ്. ഞാൻ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ അത് അങ്ങനെ എഴുതാം നമുക്ക്. രണ്ടാമത്, ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞുചിരിത റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹർ ഫ്രണ്ട് ആന്റോയിനറ്റ്. അവളുടെ കുഞ്ഞുചിരിതയ്ക്ക് ആര്? നമ്മുടെ ആന്റോയിനറ്റ് ഇമെയിൽ അയച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടെ കുഞ്ചിരിത വാസ് ഡിലൈറ്റഡ്. കുഞ്ചിരിതയ്ക്ക് സന്തോഷമായി. ഷീ ബിഗാൻ ടു ടൈപ്പ് എ റിപ്ലൈ കൊടുക്കുകയാണ്. ക്യാൻ യു ഹെൽപ്പ് ഹെർ ടു കംപ്ലീറ്റ് ദ ഇമെയിൽ? അപ്പൊ അതിന്റെ തുടക്കം ഇവിടെ കിടക്കണ്ടല്ലേ. ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. ഇതിന്റെ മെയിൽ കിട്ടി. ഇറ്റ് മേഡ് us സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. നിന്നിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ബാക്കി എങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? It sounds like you are having an amazing time back in Marseille. Paddle boarding must have been so much fun, even with
the falls. I can't wait to see photos. Kerala is beautiful right now. Kerala ഭംഗി, the weather is warm and everything look lush and green. I have been spending time with family and visiting some lovely places. There is so much to tell you. I miss you too. എന്താണ്, ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. And I wish you were here so we could explore together. Mom was so happy when I told her you said hi. She sends her regards. Take care and return again soon. Love, കുഞ്ഞു ചിരുത. അങ്ങനെ നമുക്ക് ഇമെയിലിന് മറുപടി കൊടുക്കാം. അടുത്ത റീഡ് ദ സെന്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഇവിടെ ഈ സ്റ്റോറി നടത്തി കുറച്ച് സെന്റൻസ് നോക്കാം. എന്താ, കാനഡ കനേഡിയൻ, ഈ ചൈന ചൈനീസ്, ഈജിപ്ത് ഈജിപ്ഷ്യൻ, അല്ലെ, ജപ്പാൻ ജപ്പാനീസ്, മെക്സിക്കോ മെക്സിക്കൻ, അങ്ങനെയാണെങ്കിൽ ഫ്രാൻസ് ഫ്രഞ്ച്, ജർമ്മനി ജർമ്മൻ, സ്പെയിൻ സ്പാനിഷ്, യു എ എന്താ വരിക നമുക്ക് നോക്കാം. എമിറാത്തി എന്നാണ്. ഇതാണ് എമിറാത്തി. ഇങ്ങനെയാണ് അത് വരിക. ഇനി ഇതുപോലെ വേറെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ക്യാൻ യു ആഡ് മോർ ഇൻ ദിസ് ലിസ്റ്റ്? ഇതുപോലെ എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. ബ്രസീൽ ബ്രസീലിയൻ, ഇറ്റലി ഇറ്റാലിയൻ, സൗത്ത് കൊറിയ കൊറിയൻ, ഓസ്ട്രേലിയൻ റഷ്യൻ, അമേരിക്കൻ അർജന്റീനിയൻ, തായ്ലൻഡ് തായ്, സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കൻ, തുർക്കി ടർക്കിഷ്, ഗ്രീസ് ഗ്രീക്ക്, പോർച്ചുഗൽ പോർച്ചുഗീസ്, ഇന്തോനേഷ്യ ഇന്തോനേഷ്യൻ, ഫിലിപ്പീൻസ് ഫിലിപ്പിനോ, വിയറ്റ്നാം വിയറ്റ്നാമീസ്. അങ്ങനെ എഴുതാം നമുക്ക്. ഇനി അടുത്ത പ്രവർത്തനം, ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. കുഞ്ഞു ചിരുത ആൻഡ് ആന്റോണേറ്റ് ഡിസൈഡ് ടു പ്ലേ എ ഗെയിം. അവർ ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. പിക്ഡ് അപ്പ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഈച്ച് ലെറ്റർ ആൻഡ് ദെയർ നെയിംസ്. അല്ലെ, അവരുടെ വാക്ക് പേരിന്റെ ഓരോ ലെറ്റർ വെച്ച് ഓരോ വാക്ക് കണ്ടുപിടിക്കാം. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. അവരെ കുറിച്ച് പോസിറ്റീവായ ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, കെ ഇൻ കുഞ്ഞു ചിരുത സ്റ്റാൻഡ് ഫോർ കൈൻഡ്, എ ഫോർ ആക്റ്റീവ്, ഹെൽപ് ദം ടു കംപ്ലീറ്റ് ഫസ്റ്റ്. ഓരോരുത്തരുടെയും പേര് നിന്നാണ്. അപ്പൊ അതിൽ കൈൻഡ്, യു അണ്ടർസ്റ്റാൻഡ്, നീ നീറ്റ്, എച്ച് ഹെൽപ്ഫുൾ, ഐ ഇന്റലിജന്റ്, സി ക്യൂരിയസ്, എച്ച് ഹാപ്പി, ഐ ഇമാജിനേവ്, ഇപ്പൊ എ ആക്റ്റീവ്, എൻ നൈസ്, ടാലന്റഡ്, ഒപ്റ്റിമിസ്റ്റിക്, ഇൻസ്പയറിംഗ്. ബാക്കി എന്താ നമുക്ക് എഴുതാൻ പറ്റുക? വെറുതെ എഴുതി വെക്കാം അല്ലെ. ഇവിടെ അതാണ് സി ക്യൂരിയസ്, എച്ച് ഹാപ്പി, ഇമാജിനേറ്റീവ്, റെസിലിയന്റ്, യുണീക്ക്, നർച്ചറിങ്, എൻകറേജിങ്, ട്രസ്റ്റ് വർത്തി, ടെൻഡർ, എംപത്തറ്റിക്. അല്ലെ, അങ്ങനെ അവർ രണ്ടുപേരും പേര് വെച്ചിട്ട് നമുക്ക് വാക്കുകൾ പൂർത്തിയാക്കാം. അടുത്തത്, നൗ ഡു സം സെയിം ഫോർ യുവർ നെയിം. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ഷെയർ യുവർ വർക്ക്, പ്രസന്റ് ഇറ്റ് ടു ദി ക്ലാസ്. നിങ്ങളുടെ നെയിം അതുപോലെ സ്വന്തമായി ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. കൂടെ ഉദാഹരണം, അത് നിങ്ങൾ സ്വന്തം ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പേര് വെച്ചിട്ട് ഇതുപോലെ വാക്കുകൾ, ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ KMU ഒക്കെ ഉണ്ടാവൂലേ, ആ വാക്കുകൾ തന്നെ എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്തത്, ഹിയർ ആർ സം ക്വാളിറ്റി ഡിസ്ക്രൈബിംഗ് എ ക്യാരക്ടർ ഓഫ് ക്വീൻ സീത. റൈറ്റ് എ സെന്റൻസ് അബൌട്ട് ഈച്ച് ദീസ് ക്വാളിറ്റീസ്. ഇപ്പൊ കൈൻഡ് എന്ന് പറഞ്ഞാൽ കൈൻഡ് വെച്ചൊരു സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കുഞ്ഞു ചിരുത ഈസ് എ കൈൻഡ് ഗേൾ. അണ്ടർസ്റ്റാൻഡിങ്, ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് സ്കൂൾ ആൻഡ് ഹോം. അപ്പൊ അടുത്ത് എങ്ങനെ പറയുന്നത്, കുഞ്ഞു ചിരുത ഈസ് നീറ്റ് എന്ന് ചേർക്കാം അല്ലെ. ഹെൽപ്ഫുൾ, കുഞ്ഞു ചിരുത ഈസ് ഹെൽപ്ഫുൾ. അങ്ങനെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. നമുക്കിവിടെ കുറച്ചും കൂടി നന്നായിട്ട് എഴുതാം. കുഞ്ഞു ചിരുത കീപ്സ് ഹെർ സറൗണ്ടിങ്സ് നീറ്റ്. ചുറ്റുഭാഗം വൃത്തിയായി സൂക്ഷിക്കും. ഷീ വാസ് ഓൾവേസ് ഹെൽപ് ഹെർ ക്ലാസ്മേറ്റ് ആൻഡ് ഫാമിലി. എപ്പോഴും അവര് എല്ലാവരെയും സഹായിക്കും. ഇന്റലിജന്റ്, ഷീ ഈസ് വെരി ഇന്റലിജന്റ്. ക്യൂരിയസ്, ഷീ ആസ്ക്സ് ക്യൂരിയസ് ക്വസ്റ്റ്യൻസ്. കൗതുകമായ ചോദ്യങ്ങൾ ചോദിക്കും. ഹാപ്പി പറയുമ്പോൾ ഷീ ഈസ് ഓൾവേസ് ഹാപ്പി വിത്ത് ഹെർ ചിയർഫുൾ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇമാജിനേറ്റീവ്, കുഞ്ഞു ചിരുത ഈസ് ആൻ ഇമാജിനേറ്റീവ് ഗേൾ ഹു ഡ്രീംസ് ഓഫ് വണ്ടർഫുൾ സ്റ്റോറീസ്. Resilient, she is resilient and face challenges with determination and courage. Unique, കുഞ്ഞു ചിരുത has a unique way of thinking. ഒരു എന്താണ്, യുണീക്ക് വേ ഓഫ് തിങ്കിങ് ഉള്ള ആളാണ് കുഞ്ഞു ചിരുത. അതുപോലെ തോട്ട്ഫുൾ വരുമ്പോൾ ഷീ ഈസ് തോട്ട്ഫുൾ ആൻഡ് ആൾവേസ് കൺസിഡേഴ്സ് അതേഴ്സ് ഫീലിംഗ്സ്. ഹംബിൾ വരുമ്പോൾ കുഞ്ഞു ചിരുത റിമെയിൻസ് ഹംബിൾ ഡെസ്പൈറ്റ് ഹെർ മെനി ടാലൻസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. അഡ്വഞ്ചറസ്, ഷീ ഈസ് അഡ്വഞ്ചറസ്, അവള് സാഹസികയാണ് എന്നൊക്കെ പറയാം കേട്ടോ. മുഴുവൻ വായിക്കാനുള്ള നിങ്ങൾക്ക് അത് എഴുതാവുന്നേ ഉള്ളൂ. അടുത്തത്, ലെറ്റ്സ് റൈറ്റ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞു ചിരുത യൂസിങ് ദ ക്വാളിറ്റീസ് അബോവ്. മുകളിലെ ക്വാളിറ്റീസ് വെച്ചിട്ട് കുഞ്ഞു ചിരുതയെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ്. സിമ്പിൾ അല്ലേ.
The Kunjira is a kind and helpful girl who always supports those around her. She is intelligent and curious, eager to learn new things and explore different ideas. Her neat and thoughtful nature makes her both organized and considerate. She is imaginative, happy, and adventurous, always ready to embrace new experiences despite challenges, and she remains resilient and unique, standing out with her warm and humble personality. Okay, ഇനി അടുത്തത് റീഡ് ദ സെന്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറി നടത്ത സെന്റൻസുകൾ നോക്കുക. A few days before spring break, a girl named Antonia took admission in കുഞ്ഞു ചിരിദാസ് ക്ലാസ്. അങ്ങനെ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തുന്നതാണ്. അപ്പൊ ഇമാജിൻ എ ന്യൂ സ്റ്റുഡന്റ് ഫ്രം അനദർ കൺട്രി ഓർ സ്റ്റേറ്റ് ഹാഡ് ജസ്റ്റ് ജോയിൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ ജോയിൻ ചെയ്തു. ഹൗ വുഡ് യു ഹെൽപ്പ് ഹർ അഡ്ജസ്റ്റ് ദ ന്യൂ പ്ലേസ് ആൻഡ് കൾച്ചർ? ആ പുതിയ കൾച്ചറും അവിടുത്തെ സ്ഥലമൊക്കെ അവളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യും എന്നാണ്. അപ്പൊ അതിൽ നിങ്ങൾ യു വിൽ ഷാൾ ക്യാൻ എന്നൊക്കെ കൊടുക്കണം. ഐ വിൽ ഷോ ഹർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹർ ടു മൈ ഫ്രണ്ട്സ്. ഞാൻ അവളെ എന്ത് ചെയ്യും, ചുറ്റുപാടൊക്കെ കാണിച്ചു കൊടുത്ത് എൻ്റെ ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തുന്നതാണ്. ദീസ് ഹിൻസ് മേ ഹെൽപ്പ് യു ടു കംപ്ലീറ്റ് ആക്ടിവിറ്റി. ഈ ഹിൻസ് വെച്ച് പറയാം. അപ്പൊ നമ്മൾ ഐ വിൽ സ്റ്റഡി ന്യൂ സബ്ജക്ട്സ്, ഐ വിൽ സ്റ്റഡി, അല്ലെങ്കിൽ ഐ വിൽ ടീച്ച് ഹെയർ റൂൾസ്, അവൾ റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് അത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കേണ്ടത്. എങ്ങനെ ചെയ്താൽ നമുക്ക് ഐ വിൽ ഷോ അറൗണ്ട് ദി സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെയർ മൈ ഫ്രണ്ട്സ്. ഐ ക്യാൻ ഹെൽപ്പ് ഹർ അണ്ടർസ്റ്റാൻഡ് ദ സ്കൂൾ റൂൾസ്. റൂൾസ് വെച്ച് എഴുതിയിരിക്കുന്നു. പിന്നെ സോ ഷീ ഫീൽസ് കംഫർട്ടബിൾ. ഐ ഷാൾ എക്സ്പ്ലെയിൻ ദ സബ്ജക്ട് വി സ്റ്റഡി ആൻഡ് ഗൈഡ് ഹർ ത്രൂ ഹർ ന്യൂ ക്ലാസ്സസ്. I will introduce her to our teachers so she knows who teaches each subject. ടീച്ചേഴ്സിന് പരിചയപ്പെടുത്തും. I can teach her some basic words. ബേസിക് വേർഡ്സ്, ലോക്കൽ ലാംഗ്വേജിൽ ബേസിക് വേർഡ്സ് പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. I shall suggest interesting places she can visit. മനോഹരമായ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കും. I will take her to the school library. സ്കൂൾ ലൈബ്രറി കൊണ്ടുപോകും അല്ലെ. I can show her cafeteria. കഫ്റ്റീരിയയിലേക്ക് കൊണ്ടുപോകും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഐ ക്യാൻ, ഐ വിൽ, ഐ ഷാൾ വെച്ച് എഴുതാൻ പറ്റും. ഇനി ആറാമത്തെ, റീഡ് ദ സെന്റൻസ് ഫ്രം ദ സ്റ്റോറി. ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിംഗ് സ്പീഡ്. ഇൻ ദിസ് സെന്റൻസ് പെയർ പിക്ഡ് അപ്പ് ആൻഡ് ടുഗദർ. പിക്ഡ് അപ്പ് മീൻസ് ലേൺഡ് ഓർ അക്വയർഡ്. പിക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ലേൺഡ് ആണ്. ഇതുപോലത്തെ വേറെയും വാക്കുകളുണ്ട്. As few such pairs of words are given below. Pick out the sentence that contains those expressions from the story. Come across, switched over എന്നുള്ളതൊക്കെ വരുന്ന സെന്റൻസുകൾ പാഠഭാഗത്ത് നടക്കാനാണ് പറയുന്നത്. എന്താണ്, കുഞ്ഞു ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ്. കുറെ ഇന്ത്യൻസിനെ അവർ കണ്ടു എന്നാണ് അവള്. സ്വിച്ച്ഡ് ഓവർ എന്ന് പറഞ്ഞാൽ പ്രകാശം സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു ദി മലയാളം. പ്രകാശം പെട്ടെന്ന് മലയാളത്തിലേക്ക് കടന്നതാണ് കേട്ടോ. ഇനി അടുത്തത്, അതിൽ ബി ക്വസ്റ്റ്യൻ എന്താണ്, റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡന്റിഫൈ മോർ സച്ച് എക്സ്പ്രഷൻ യൂസ്ഡ്. ഈ കോൺവെർസേഷൻ ശ്രദ്ധിക്കുക. ഹായ് എവരി വൺ, ആന്റോണിയറ്റ് ബർത്ത്ഡേ കമ്മിങ്, ലെറ്റ്സ് ഡു സംതിങ് സ്പെഷ്യൽ. കുഞ്ചിരിത പറയാണ് ആന്റോണിയറ്റിന്റെ എന്താണ് ബർത്ത്ഡേ വരികയാണ്. അപ്പൊ ജേക്ക് പറയാണ് വി ക്യാൻ പിക്ക് അപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ, സമ്മാനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളും വായിക്കുന്നില്ല, അല്ലാതെ നീണ്ടു പോകും. അപ്പൊ അതില് ഇതുപോലെയുള്ള സെന്റൻസുകൾ, ഏതുപോലെ സച്ച് എക്സ്പ്രഷൻസ്, ഇതുപോലെയുള്ള എക്സ്പ്രഷൻസ് വാക്കുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് ഏതാണ് പറഞ്ഞത്. ഇവിടെ കമ്മിങ് അപ്പ് ഉണ്ട്, ഗെറ്റ് ഗോയിങ് ഉണ്ട്, വേറെ ഏതൊക്കെ വരാം. പിന്നെ ഏതാണ് നോക്കൂ, ഇതില് ഡ്രോപ്പ് ഇറ്റ് അല്ലെ. അതുപോലെ നമുക്ക് നോക്കാം, ഇതുകൊണ്ടോ പിക്ക് അപ്പ് മീൻ ടു ബൈ, അത് വാങ്ങിക്കുക എന്നാണ്. ടേക്ക് ഔട്ട് എന്നാണ്, റെഫേഴ്സ് ടു ബ്രിങ്ങിങ് സംവെയർ എന്നുള്ളതാണ്. ഫിക്സ് എ ടൈം മീൻ ടു ഷെഡ്യൂൾ ടൈം. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക. ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുക. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ means to find information. Drop off refers to delivering or leaving something somewhere. Ask to come back, തിരിച്ചു വരാൻ പറയാം. Get going means to start or leave, തുടങ്ങാൻ പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള എക്സ്പ്രഷൻ വാക്കുകൾ നമ്മൾ പഠിക്കണം. ഇനി അടുത്തത് 7. In the class, teacher asks everyone to say something special about her home country. Ben from Italy goes first. Just listens to what
he has to say about his country. അപ്പോൾ ബെന്ന് തന്റെ രാജ്യത്തെക്കുറിച്ച്, ഇറ്റലിയിൽ നിന്ന് വന്ന രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലേ? അപ്പോ ഇതുപോലെ നെക്സ്റ്റ് അന്റോണിയറ്റ് വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹെർ കൺട്രി ഫ്രാൻസ്. സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ഫ്രാൻസ് ആർ ഗിവൻ. ക്യാൻ യു ഹെൽപ്പ് ഹർ മേക്ക് ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രസന്റ് ഇറ്റ്? അപ്പൊ ഇതില് ഇവന് ഈ ഇറ്റലിയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മളെ അന്റോണിയേറ്റിന് ഫ്രാൻസിലെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി ഇവിടെ കുറച്ച് ഹിംസ് ഉണ്ട്. അത് വെച്ചപ്പോൾ കൺട്രി ഫ്രാൻസ് ആണ്, ക്യാപിറ്റൽ പാരീസ് ആണ്, ഫ്ലാഗ് 3 കളർ ആണ്, മേജർ ലാംഗ്വേജ് ഫ്രഞ്ച് ആണ്, ഫുഡ് ഐറ്റം ക്രോസൻസ്, ബർഗറ്റ്സ്, മാക്രോൺസ് ആണ്, പിന്നെ ഈഫിൽ ടവർ ഉണ്ട്, ആനിമൽസ് ഫ്രഞ്ച് ബുൾഡോഗ്, സെലിബ്രേഷൻ ബേസ്റ്റൽ ഡേ, ക്രിസ്മസ്, ഈസ്റ്റർ, അതൊക്കെയാണ്. ഇത് വെച്ചിട്ട് ഇവൻ നമ്മളെ ബെൻ പറഞ്ഞതുപോലെ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാനാണ് പറയുന്നത്. എങ്ങനെ നമുക്ക് ചെയ്യാം? ഇവിടെ നോക്കൂ, എങ്ങനെ എഴുതാം അല്ലെ? ഡിയർ ഫ്രണ്ട്സ്, ഐ എം ഫ്രം ഫ്രാൻസ്, എ വണ്ടർഫുൾ കൺട്രി വിത്ത് എ റിച്ച് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. Our capital, Paris, is famous for breathtaking landmarks like Eiffel Tower and Louvre Museum. France flag has 3 beautiful colors, blue, white, and red. Most people here speak French, a language known for its elegance. Our food is amazing. You must try croissants, baguettes, and macarons, some of our most loved streets. We have many interesting places, from the stunning beaches of the French River and charming countryside village. If you visit France, you might see animals like French bulldog or other wild boar roaming in the forest. French people love celebration. We enjoy holidays like Bastille Day, which honors our country's history, along with the Christmas and Easter, where families come together to celebrate. I hope you get the chance to visit France one day. It's truly a special place. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്റർനെറ്റ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ചോദ്യങ്ങൾ ഇത്രയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗവും അതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് വരാം. അപ്പോൾ മക്കൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.